ഹായ് ഫ്രണ്ട്സ്, വിപൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള PSC അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? പീച്ചി. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ. ജീവന്റെ ഉത്ഭവം എവിടെയാണ്? ജീവന്റെ ഉത്ഭവം എവിടെയാണ്? സമുദ്രത്തിൽ. ഊതിവീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? ഊതിവീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ചാൾസ് നിയമം. ചാൾസ് നിയമം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഭരണഘടനാ ദിനം. ഏതാണ്? ഭരണഘടനാ ദിനം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. ക്യൂണിക്കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? ക്യൂണിക്കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? മുയൽ വളർത്തൽ. എന്തിനെയാണ്? മുയൽ വളർത്തൽ. ശരീരവളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീരവളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? കരൾ. ഏതാ? കരൾ. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സസ്യങ്ങൾ. എന്താണ്? സസ്യങ്ങൾ. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാങ്കൊമ്പ്. എവിടെയാണ്? മാങ്കൊമ്പ്. ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെ. ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. എവിടെയാണ്? മുംബൈ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. 1975. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത ഏതാണ്? ബോംബെ ടു താനെ. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത ബോംബെ ടു താനെ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആര്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? റിപ്പൺ പ്രഭു. ആരാണ്? റിപ്പൺ പ്രഭു. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ. പോവർട്ടിയാണേ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജി. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമായിരുന്നു? ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം. അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം
1964. വിവരാവകാശ നിയമം പാസ്സായ വർഷം. വിവരാവകാശ നിയമം പാസ്സായ വർഷം 2005. സർവ്വദേശീയ മനുഷ്യാവകാശ ദിനം. സർവ്വദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? ജൂൺ 21. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? രാജ്യസമാചാരം. ഏതാണ്? രാജ്യസമാചാരം. കേരളത്തിൽ തോറിയം അടങ്ങുന്ന മണൽ കിട്ടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ തോറിയം അടങ്ങുന്ന മണൽ കിട്ടുന്ന സ്ഥലം ഏതാണ്? ചവറ. സൗന്ദര്യലഹരി എന്ന കൃതിയുടെ കർത്താവാരാണ്? സൗന്ദര്യലഹരി എന്ന കൃതിയുടെ കർത്താവാരാണ്? ശങ്കരാചാര്യർ. ആരാണ്? ശങ്കരാചാര്യർ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഐസക് ന്യൂട്ടൺ. അലൂമിനിയത്തിൻ്റെ അയിര് ഏത്? അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ഏതാണ്? ബോക്സൈറ്റ്. കേരള വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. കേരള വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961. 1961. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതാണ്? ആവരണകല. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതാണ്? ആവരണകല. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.